ഹായ് എടോ, നിനക്ക് വേണ്ടി അവൾ ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു. ഇനിയും പരീക്ഷിക്കല്ലേ കേട്ടോ. നിനക്കറിയോ, ഓരോ തവണ നീ അവളെ മുറിവേൽപ്പിക്കുമ്പോഴും ചതിക്കുമ്പോഴും പറഞ്ഞ് പറ്റിക്കുമ്പോഴും അവൾ നിന്നോട് പൊറുക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് പിടക്കുകയാണ്. എല്ലാം അവൾ ക്ഷമിച്ച് സഹിച്ച് നിന്നോടൊപ്പം കളിച്ച് ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ നീ തൊടുത്തുവിട്ട ഓരോ ക്രൂരമ്പും തീക്കനലായി എരിയുകയാണിപ്പോഴും. അവൾക്ക് നിന്നോട് പൊറുക്കാൻ കഴിയും, പക്ഷേ മറക്കാൻ കഴിയില്ല. നിനക്ക് തന്ന ഓരോ അവസരങ്ങളും ഓർത്ത് ആരും കാണാതെ ആരും അറിയാതെ അവൾ തേങ്ങിക്കരയുന്നുണ്ട്. ഇപ്പോഴും ഇനിയും അവൾ നിങ്ങൾക്ക് ചാൻസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ആഴത്തിലുള്ള സ്നേഹം കൊണ്ടാണ്. എല്ലാം ഒഴിവാക്കി നിങ്ങളൊരു നല്ല മനുഷ്യനാകും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടുമാണ്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും വിശ്വസിക്കാൻ അവൾ പലവട്ടം ചിന്തിക്കുന്നുണ്ടാകും. അത്രമേൽ നിങ്ങളിൽ നിന്ന് അവൾക്ക് വഞ്ചനയേറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് അവസരങ്ങൾ തരുന്നതിലൂടെ വീണ്ടും വീണ്ടും അവർ തന്നെയാണ് ഇവിടെ തോറ്റുകൊണ്ടിരിക്കുന്നത്. അവരുടെ ക്ഷമയെ നിങ്ങൾ ഒരു വീക്ക്നെസ്സായി കണ്ടിരിക്കുന്നു. അതിന് നിങ്ങളുടെ ഒരു വിലയും അവൾ കൊടുക്കുന്നുമില്ല. നിങ്ങൾ അതിനൊരു വിലയും കൽപ്പിക്കുന്നുമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണടോ ഇത്രയും നിങ്ങളാൽ മുറിവേറ്റിട്ടും വേദനിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടി കഴിയുന്ന ഈ പാവത്തിന് വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത്? നിങ്ങളുടെ ഒരു സോറി പറച്ചിലിനോ കുറ്റസമ്മതത്തിനോ അവളുടെ മനസ്സിലേറ്റ മുറിവിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. പകരം അവൾ തരുന്ന ഓരോ ചാൻസിലും അവളുടെ മനസ്സിലുണ്ടായിരുന്ന തീരുമാനം ശരിയായിരുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്ക്. അവളായിരുന്നു ശരിയെന്നും നിങ്ങൾ കാണിച്ചു കൊടുക്ക്. അവളുടെ ശരികൾ സത്യമായിരുന്നു എന്നും നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇത്രയും മാത്രം മതി നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ഇത് മാത്രം. നിങ്ങളത് ചെയ്താൽ മതി. ബൈ മോട്ടിവേഷൻ മലയാളം.